സമയത്ത് ഇതുപോലെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് പഠനത്തിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും എക്സാമിൽ സക്സീഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് കണ്ട വിഷമം തോന്നിക്കും. അങ്ങനെ കാണിച്ചു തരാം ബുക്കേ. മോർ കോംപ്ലെക്സ്, ലെറ്റ് ദം ഹാൻഡിൽ ഇഫ് ഇറ്റ് ഇസ് കോംപ്ലെക്സ്. വൈ ആർ യു ബോതേർഡ്? ഇന്ന് ഇയാളിത് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മറ്റേ കരിമ്പ് കമ്പനി ഉണ്ടല്ലോ, കരിമ്പ് ജ്യൂസ് ഗഡ്കരിൻ്റെ വീട്ടിലേക്കാവും. മനസ്സിലായോ? അയാൾ മുട്ടുകുത്തേണ്ടി വരും. ഇത്രയും വലിയൊരു സമരം അവിടെ കുട്ടികൾ അവിടെ നടക്കുന്ന സമയത്ത് അവരുടെ സമരവീര്യത്തിനെ കെടുത്തുന്ന രീതിയിൽ ഒരു കാരണവശാലും പേളിയമാണിയെ പോലെ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. കുറച്ച് അമ്മമാർ വീട്ടിലിരുന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക. എന്ത് അറിയോ, മോളെ ഒന്ന് പോരടാ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സമരത്തിനേക്കാളും വലുതാട്ടോ, അതൊക്കെ വരും, നിങ്ങളതൊന്നും ഉണ്ടാക്കണ്ട. ഒരു അവകാശ പോരാട്ടമാണ്. ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് അവിടെ പോയതല്ല, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് പോയതാണ്. കാരണം നമുക്കുള്ള അവകാശങ്ങൾ അവിടെ നേടിയെടുക്കാൻ പോയില്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്നാൽ സേഫായിട്ട് അവിടുത്തെ പേടിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരും വീട്ടിൽ കൊണ്ടുതരുമോ? നമസ്കാരം, ഞാൻ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. പേളിമാണി എന്നെ ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ പേളിമാണി ഞങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് റീൽസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടു കേട്ടോ. കഴിഞ്ഞ 2 ദിവസം, അതായത് ഇന്നലെ ഇന്നുമായിട്ട് പേളിമാണി സോഷ്യൽ മീഡിയയിൽ എയറിലാണ്. കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് റിലേറ്റഡ് ആയിട്ട് പല സെലിബ്രിറ്റീസും പ്രതികരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പേളിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ ഒരു പോസ്റ്റ് എഴുതിയിട്ടു. ആ പോസ്റ്റിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം വളരെ കൃത്യമായിട്ട് ആ വരികൾക്കിടയിലൂടെ വായിക്കുന്ന സമയത്ത് ആ ചെയ്തിട്ടുള്ള പോസ്റ്റും അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള സാഫ്രൺ ആയിട്ടുള്ള ആ കളറും അതിലെഴുതിയിട്ടുള്ള ചില വാക്കുകൾ വളരെ മൈന്യൂട്ടായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും അറിയാത്ത രീതിയിൽ തലോടിങ്ങോണ്ട് ഞങ്ങൾ പറഞ്ഞ ചെള്ളക്കരടിയാണ്, തലോടിങ്ങോണ്ടൊരടി ആ ഒരു പോസ്റ്റിലുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത് അറിയില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ആയിട്ടുള്ള നമ്മളെ മക്കളുണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് വരാൻ പോകുന്ന അവരുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടിയിട്ട് അവരുടെ ഇന്ന്, അതായത് നാളത്തെ നാളേക്ക് വേണ്ടിയിട്ട് അവരുടെ ഇന്ന് അവരവിടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ ആട്ടും തുപ്പും അടിയും. ഇന്നിപ്പോൾ പെല്ലറ്റ്സാണ്, പെല്ലറ്റ് ഗണ്ണല്ലേ പറയാൻ, ആ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നു. ടിയർ ഗ്യാസ് ഷെല്ല്, അടി. ഓരോരുത്തരും ഇൻസ്റ്റഗ്രാമിൽ സത്യം പറഞ്ഞാൽ റീൽ തുറക്കാൻ തന്നെ വയ്യ. കാരണം അങ്ങനെയാണ്, മീഡിയ ഡിവൈഡഡ് ആണ്. ഒന്ന് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല, ഗോദി മീഡിയ എന്ന് പറയും അല്ലേ, ഒന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ റിയലായിട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് റീൽസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ജെൻസി അവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സീരിയസ്ലി സല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. പോകാൻ പറ്റുന്നവർ, സാഹചര്യമുള്ളവർ അവിടെ പോവുക, ബാക്കിയുള്ളവർ മാനസികമായിട്ട് ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതാണ്. പിന്നെ പേർലീനെ പോലുള്ള ചില ആൾക്കാർക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കും. നമുക്ക് എന്തായാലും റീസൺ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അത് പേളി തന്നെ വളരെ കൃത്യമായിട്ട് ഇന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പേളിമാണി മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് പ്രതികരിച്ചിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടൊവിനോ ഫസ്റ്റ് തിങ് കമൻറ്റബിൾ ആണ്. ഫസ്റ്റ് ടൊവിനോ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരുടെ ഒരു വീഡിയോ കണ്ടു. ടൊവിനോ എന്തുകൊണ്ട് മറ്റേ കാര്യത്തിന് പ്രതികരിച്ചില്ല, മറിച്ച കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ല? അതായത് ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അതിന് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, ഇതിന് ഒരു ഉത്തരം കൊടുക്കാത്ത രീതിയിൽ അതിന് ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അത് പോട്ടെ, എന്തായാലും 2 ദിവസം മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പേളിയുടെ ഈ ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമുണ്ട്. എന്താണെന്നറിയോ? ഒരു സ്ത്രീ, ഒരു അമ്മ എന്നിട്ടുള്ള, അല്ലെങ്കിൽ മൂത്ത സഹോദരി എന്നുള്ള കൺസിഡറേഷനിൽ കുട്ടികളെ അവനവൻ്റെ പ്രായത്തിന് താഴെയായിട്ട് കണ്ടുകൊണ്ട് ഒരാൾ പറയാണ്, മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ അവിടേക്ക് പോകുന്ന സമയത്തേ അത്രയും കെയർഫുള്ളായിരിക്കണം, നിങ്ങളുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്, ഒരു സമരവും നിങ്ങളുടെ ജീവനേക്കാളും വലുതല്ല കേട്ടോ എന്ന് ഒരു സ്ത്രീ പറയുന്ന സമയത്ത്, എൻ്റെ വീഡിയോ കാണുന്നവരെ നിങ്ങൾ ഒരുപാട് സ്ത്രീകളായിട്ടുണ്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഇത് കേൾക്കുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റ്, ഞാൻ ആ പോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നും, എന്താ പേർലി പറഞ്ഞത് ശരിയല്ലേ, ജീവനല്ലേ വലുത് എന്ന് തോന്നുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ടായിരിക്കും. അവർക്ക് ഈ എന്താണ് യഥാർത്ഥത്തിലുള്ള ഈ ഒരു വിഷയം എന്നുള്ളത് അറിയണ്ടായിരിക്കില്ല. പക്ഷെ ആ ഒരു സംഭവം ആണ് ഈ ഒരു പോസ്റ്റിൻ്റെ, പേളിയിട്ട ഒരു പോസ്റ്റ് ഇത്രയധികം ചർച്ച ആവാനും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഡേഞ്ചർ അതാണ്. എത്ര 5 മില്യന് മേലെ ഫോളോവേഴ്സ് ഉണ്ട്. പേളിമാണിയെ പോലുള്ള വെൽ നോൺ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിന് ഭയങ്കര രീതിയിലുള്ള ഭയങ്കര രീതിയിൽ അതിന് എഫക്ട്സ് ഉണ്ടായിരിക്കും. ഞാൻ എന്തായാലും ആ പോസ്റ്റ് വായിക്കാം, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. പേളി ഒരു പോസ്റ്റ് ഇട്ടു, കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തു. അതിനിടയ്ക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ട് സിബി മലയിലിൻ്റെ മകൻ കൊണ്ട് കമൻറ്റ് ഇട്ടു ഷെയിം ഓൺ യു എന്ന്. എനിക്ക് തോന്നുന്നു പേളി തെറ്റിദ്ധരിച്ചിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് അത്ര ക്ലിയർ ആയില്ല പറഞ്ഞത്. അതായത് ഷെയിം ഓൺ യു എന്ന് പറഞ്ഞത് ഡിലീറ്റ് ആയിപ്പോയി. അതിന് ഇയാൾ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. അതിന് മറുപടിയായിട്ട് പേളി മണി അടുത്തൊരു സ്റ്റോറി ഇടുന്നു, ഫെയിൽഡ് ഡയറക്ടർ, തോറ്റുപോയിട്ടുള്ള തോൽവിയായിട്ടുള്ള സംവിധായകൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സിബി മലയിൽ നിന്ന് തെറ്റിദ്ധരിച്ചിട്ടാണെന്ന് അറിയില്ല, പേരിൽ സിബി മലയിൽ കണ്ടോണ്ടെന്ന് അറിയില്ല, തോൽവിയായിട്ടുള്ള ഒരു സംവിധായകൻ എന്ന് പറഞ്ഞിട്ട് പേളിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വന്നു. അതിന് ഇയാൾ ഒരു മറുപടി, അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പാട്ടായിട്ട് പേളി മണി എയറിലാണ്. എന്തായാലും ആ പോസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം. ദി പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹാവ് ബീൻ പെയിൻഫുൾ. ഇങ്ങനെയാണ് തുടക്കട്ടോ, കഴിഞ്ഞ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുത്ത് വായിക്കേണ്ട പോസ്റ്റാണ്, അങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളത് കേട്ടോ. The past few days have been painful and they have forced all of us to pause and reflect. അതായത് കുറച്ച് ദിവസമായിട്ട് അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുകയാണ്. We have witnessed the strength, unity and determination of the young people of our country. എന്താണ് ആ എഴുത്ത് മനസ്സിലായോ? അതായത് നമ്മൾ കണ്ടു, നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന എന്തിനാണ്? നമ്മുടെ ഇന്നത്തെ തലമുറ, അത് യങ് പീപ്പിൾ, യൂത്തിൻ്റെ സ്ട്രെങ്ത്, യൂണിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ. അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതാണ്, ഐ സോ ഹാർട്ട് ബ്രേക്കിംഗ് ഇമേജസ് ആൻഡ് വീഡിയോസ് ഓഫ് ക്ലാഷസ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ആൻഡ് ഓഫീസേഴ്സ് വർ ഹേർട്ട്. ദാറ്റ്സ് ചേഞ്ച് സംതിങ് ഇൻ മീ. അതായത് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇമേജസ് ആൻഡ് വീഡിയോസ് ഞാൻ വായിക്കുന്ന സമയത്ത് കണ്ടു എന്തറിയോ, ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഓഫീസേഴ്സ്. യെസ്, സ്റ്റുഡൻസും ഓഫീസേഴ്സും രണ്ടുപേരും അതിൽ ഹേർട്ടായി നിൽക്കുന്ന വിഷ്വൽസ് ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു എനിക്ക്. കണ്ടോ, അവിടെ വളരെ സമാധാനപൂർവ്വം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ജനറേഷൻ, അവർക്ക് തലയ്ക്ക് കിറുക്കുണ്ടല്ലോ അവിടെ പോയിരുന്നിട്ട് ആ മഴയും വെയിലും കൊണ്ട് ഇവർ അടിയും കൊണ്ട് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നീറ്റ് എക്സാമിനുള്ള പേപ്പർ ചോർച്ച, അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഒരു കുട്ടി വർഷങ്ങളുടെ പ്രയത്നം എന്ന് മാത്രമല്ല, ഒരു കുട്ടി ഒരു നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ആ കുട്ടി മാത്രമല്ല, ആ കുടുംബം മൊത്തം അതിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മുതൽ ആരൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ, അവർ അത്രയധികം പ്രഷറിലൂടെ കടന്നു പോയിട്ട് എഴുതിയിട്ടുള്ള ഒരു നീറ്റ് എക്സാം. സാമ്പത്തികമായിട്ട് ഉണ്ടായിരിക്കില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും. എക്സാമിന് പോകുന്ന സമയത്ത് വണ്ടിക്കൂലി പോലും ഉണ്ടായിരിക്കില്ല, അതുപോലും അങ്ങനെ പിടിച്ചു പോയി അത്രയും ആസ്പിരൻസ് ആയിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ മുഖത്ത് ചാണകം വലിച്ചെറിയുന്ന രീതിയിലാണ് ഇതിലുള്ള ഈ ഒരു നമ്മുടെ അതിന് മാത്രമൊന്നല്ല, ഒരുവിധം എല്ലാ സിസ്റ്റംസും കറപ്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള അവിടെ വന്നിട്ടുള്ള ആ പേപ്പർ ലീക്ക് ഉണ്ടല്ലോ, ആ പേപ്പർ ലീക്കേജിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ അവിടെ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അടിച്ചതിന് ഇവർ എഴുതിയിരിക്കുകയാണ്, സ്റ്റുഡൻസും ഓഫീസേഴ്സും രണ്ടുപേർക്കും ഹേർട്ടായത് എനിക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയി. ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓൾ ഐ കുഡ് തിങ്ക് വാസ്, ഞാൻ അടുത്തതാണ് നമ്മുടെ ഹൃദയഭരിതമായിട്ടുള്ള ഉള്ളിൽ നിന്ന് ഉള്ളിന്ന് വന്ന സാധനമാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, അത് ആ ഒരു ഇതിങ്ങനെ ഉൾക്കൊള്ളണം കേട്ടോ നിങ്ങൾ. എനിക്കൊന്നേ പറയാനുള്ളൂ മക്കളെ, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹേർട്ട്. കരുതലാണ് സാറേ മെയിൻ, ഭയങ്കര കരുതാണ് യൂത്തിനെ നമ്മുടെ ആളാണ്. അതാണ് ഓരോ മക്കളെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് പേളിമാനിയുടെ സംഭവം എഴുതിയിരിക്കുന്നത്. പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഹേർട്ട്. ഒരിക്കലും നിങ്ങൾ സ്വയം പ്രശ്നത്തിൽ ചെന്ന് ഒരിക്കലും നിങ്ങൾ മുറിവേൽപ്പിക്കുക, അങ്ങനെ ചെയ്യരുത്. പ്ലീസ് സ്റ്റേ സേഫ്. നിങ്ങൾ വളരെ സേഫായിട്ടിരിക്കണം കേട്ടോ മക്കളെ, പ്ലീസ് സ്റ്റേ സേഫ്. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ ഗോ ബാക്ക് ഹോം. മനസ്സിലായോ? തലോടിയിട്ട് ഇങ്ങനെ തലോടാണ്, തലോടിയിട്ട് അടുത്തത് ഇത് അടിയാണെന്നുള്ള കാര്യം മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാണെങ്കിൽ പ്ലീസ് നിങ്ങൾ തിരിച്ചു പോകും മക്കളെ. നോ കോസ് ഇസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ. ഈ ലോകത്തുള്ള ഒരു കോസും, എന്ത് സമരം എന്തോ ആയിക്കോട്ടെ, എന്ത് കാരണം ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിനേക്കാളും വലുതല്ല മക്കളെ. നിങ്ങൾ തിരിച്ചു പോകും മക്കളെ. എന്തോ ഒരു കെയറിങ്. കേറേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ കേറേച്ചിയായി മാറി, കുഞ്ഞമ്മയായി മാറി പേളിമാണി. ഇത്രയധികം കെയറിങ് ഞാൻ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ പറയാൻ തോന്നുന്നു. കാരണം അത്ര കെയറിങ് ആയിട്ടാണ് ആ വാക്കുകൾ. അജണ്ട വളരെ കൃത്യമായിട്ട് ഈ സാധനത്തിലുണ്ട് കേട്ടോ, മനസ്സിലായോ? എവ്രി സ്റ്റുഡൻറ്റ് ഇസ് സംവൺസ് ചൈൽഡ്. ഓരോ കുട്ടിയും ഏതെങ്കിലും ഒരാളുടെ മകൻ ആണല്ലോ, കുട്ടിയാണല്ലോ അല്ലേ. സംവൺസ് ഡ്രീം, ആരുടെങ്കിലും ഒക്കെ ഒരാളുടെ സ്വപ്നമാണ്.
സംവൺസ് എൻറ്റയർ വേൾഡ്, ചില ആൾക്കാരുടെ മുഴുവൻ ലോകം അവരാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ സേഫായിട്ടിരിക്കും മക്കളെ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും മക്കളെ. അതായത് പരിപാടി അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോരാൻ, മനസ്സിലായോ? നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതി അവിടെ അവസാനിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ച് നാട്ടിലേക്ക് പോര്, അവനവൻ്റെ വീട്ടിലേക്ക് പോര് എന്നിട്ട് സ്വാർത്ഥരായി ജീവിക്കുക, ഇതൊന്നും അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്ന കാവി ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റ് വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് പേളിമാണിയുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്നു. ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, എനിക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ല. ഒരുപാട് പേരുടെ സാധനത്തിൻ്റെ അടിയിൽ ഇത് വെറുതെ ഒരു പോസ്റ്റല്ല, ഇത് വെറുതെ ഒരു ചിന്തിക്കാതെ എഴുതിയൊരു പോസ്റ്റല്ല, അല്ലെങ്കിൽ ഒരു ChatGPT പോസ്റ്റല്ല. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള, ഞാൻ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും പല ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കണ്ടോ, ഞങ്ങളെ പർച്ചേസ് ചെയ്യാൻ നോക്കി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു വോയിസ് ആണ്, ഒരു ജനതയുടെ വോയിസ് ആണ്. ദേ ഹാവ് ടു ബി കെയർഫുൾ. ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത്, ഇപ്പം ഇങ്ങനൊരു കാര്യം തിരിച്ചു പോകുമെന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അവിടെ നടക്കുന്ന പ്രക്ഷോഭത്തിന് പുല്ലുവില കൊടുത്തിട്ട്, അല്ലെങ്കിൽ പുല്ലുവില പുറത്തേക്ക്, ഉള്ളിൽ ഇതിന് ഭയം ഉണ്ടായും കൊണ്ട് അതിനെ അടിച്ചമർത്താനും അവരുടെ ആ ഒരു ഹിമ്മത്ത്, ആ ഒരു വീര്യം കെടുത്താനും വേണ്ടിയിട്ട് പറയുന്ന ഒരു സാധനമാണിത്. വളരെ കൃത്യമായിട്ട് പറയാണ്. ഒരിക്കലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഒരാളും ചെയ്യാൻ പാടില്ല. പല ആൾക്കാരും ഇതെടുത്തിട്ട് വീണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വലിയ ഘോരം. ദിസ് ഇസ് വാട്ട് ഐ സീറ്റോ. ഞാൻ ഓരോരുത്തർക്കും ഓരോ നിലപാടായിരിക്കും. എനിക്ക് ഈ കാര്യത്തിൽ ഒറ്റ നിലപാടല്ലോ, ഐ സ്റ്റാൻഡ് വിത്ത് CJP. അത് യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ ഇതൊക്കെ നാളെ നമ്മളെയൊക്കെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഏതൊക്കെ പേപ്പർ ലീക്ക് ആവുന്നുണ്ട്, PSC ലീക്ക് ആവണില്ലേ, അവിടെ ലീക്ക് ആവുന്നില്ലേ, ഇവിടെ ലീക്ക് ആവുന്നില്ലേ, അങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ എഞ്ചിനീയറിംഗ് പേപ്പറിന് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് നമ്മളൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാരാണ്. പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വന്ന ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. എത്രത്തോളം നിങ്ങളും നിങ്ങളെ കുടുംബവും ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. വേറൊരു പോങ്ങൻ, ഒരു ചെക്കൻ പറയുന്നത് കേട്ടോ, അവൻ സെക്കൻഡ് റാങ്കുകാരനാണ്. എന്താ പിന്നെ ഇങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ ആ സമയം കൂടി യൂട്ടിലൈസ് ചെയ്തിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് അടുത്തൊരു എക്സാമിന് എന്ന് പറഞ്ഞു. അവനും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വിഭാഗത്തിനാണ്, അതായത് സെൽഫിഷായിട്ട്. എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു വിഭാഗമാണ് സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഇതുപോലത്തെ ആ പയ്യൻ പറഞ്ഞിട്ടുള്ളത്, ആ സമയം കൂടി നിങ്ങൾക്ക് പോയിരുന്ന് പഠിച്ചുകൂടെ എന്നാണ്. മനസ്സിലായോ? സഹജീവികളുടെ ഞാനൊരു റീല് കണ്ടു. ഭഗവാനെ, എനിക്കത് പ്ലേ ചെയ്യാൻ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു റീല് കണ്ടു. ഒരു പയ്യൻ അവൻ്റെ ബുക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ 3 വർഷമായിട്ട് ചേട്ടാ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ബുക്കാണ്. ആകെ കീറി പറഞ്ഞിട്ടുള്ള ഒരുപാട് നോട്ട്സ് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ടുള്ള അവൻ്റെ ബുക്ക് കാണുന്ന സമയത്ത് ഇതുപോലെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് പഠനത്തിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും എക്സാമിന് സക്സീഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് കണ്ട വിഷമം തോന്നിക്കും. അങ്ങനെ കാണിച്ചു തരാം ബുക്കേ, അവൻ പഠിച്ചതിൻ്റെ ബുക്ക്. അവൻ പഠിച്ച എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഈ വക മറ്റേ മക്കളുടെ ഈ വക കറപ്ഷനും ഈ സിസ്റ്റത്തിൻ്റെ പോരായ്മകളും അതിലുള്ള ചതിയും തട്ടിപ്പും കളികൾ കാരണം അവൻ്റെ ജീവിതമാണ് പോയിട്ടുള്ളത്. അങ്ങനെ ജീവിതം പോയിട്ടുള്ള 20-21 പേരോളം ഒരുപാട് മക്കളുണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ടെങ്കിലും അവർക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ് ഇവരവിടെ പോരാടുന്നത്. ഞാൻ ഈ CJPയുടെ വിഷയം വന്ന സമയത്ത് ആദ്യം വീഡിയോ ചെയ്തൊരു വ്യക്തി കേട്ടോ. എന്താണ് CJP, അവരുടെ ആ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടോന്നുള്ള അറിയില്ല, കുറച്ച് മുന്നുള്ള വീഡിയോ ആണ്. എന്തായാലും അതിനൊക്കെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ ഇതുപോലെ കാവി ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുള്ള ഇവരുടെയൊക്കെ മനസ്സെന്താ, ഇവർക്കും കുറച്ച്, ഞാൻ കുട്ടികളെ പറയല്ല, ഇവരുടെയൊക്കെ വീട്ടിൽ വരും തലമുറ വരുന്നില്ലേ, എന്താ അവരിനിയിപ്പോൾ അതൊന്നും വേണ്ട, നീറ്റും കാര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ വേറെയുള്ള വഴിക്ക് പോവുകയാണെന്നുള്ള വിചാരിച്ചിട്ടാണോ? ചെയ്യാൻ പാടില്ല. ഇന്ന് അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് നീറ്റാണെങ്കിൽ നാളെ ഇറ്റ് മൈറ്റ് ബി അനദർ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളായിരിക്കും. എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എനിക്ക് വിഷമം തോന്നിപ്പോയി എന്ന് പറഞ്ഞാൽ, ഐ റിയലി ഫീൽ സോറി ഫോർ ദ കിഡ്സ്. ജെന്വിനായിട്ട് അവിടെ ചെയ്യുന്നവർ ഏത് വിഷയത്തിലും മിസ്ക്രിയൻസ് ഉണ്ടായിരിക്കും. ഏത് ഇതും ഡൈല്യൂട്ട് ചെയ്യാനും ഒരു ശുദ്ധമായിട്ടുള്ള പാലിൽ തുള്ളി ഒരു പാഷാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടു മഫ്തിയിലെ പോലീസുകാർ, നെയിം ബാഡ്ജ് ഇല്ലാത്ത പോലീസുകാർ. ചൂട് കാരണം എനിക്ക് നെയിം ബോർഡ് വെക്കാൻ പറ്റുന്നില്ല. പോലീസ് യൂണിഫോമിൽ നിൽക്കാത്തവരെ കാണുമ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് പോലീസാണ്, ഞാൻ കേട്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെ രക്തം തിളയ്ക്കുന്ന രീതിയിലാണ്. പുതിയൊരു പ്രൊപ്പഗൻഡ വന്നിട്ടുണ്ട്. നിഹങ്സ് വന്നിട്ടുണ്ട്, സിഖ് വന്നിട്ടുണ്ടല്ലോ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പം ഇന്ന് സിഖ് തിരിച്ചു പറയുന്നു അവർ അക്രമകാരികളാണ്. ഒരാളും ഇല്ല. അതായത് അവിടെ പീസ്ഫുൾ പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത്.
ജെൻസി അവരുടെ ഏറ്റവും സൂപ്പർ ആയുധമായിട്ടുള്ള അവരുടെ ഇന്ന് ജെൻസിയുടെ ആ ഒരു അവരുടെ ക്വാളിറ്റി അവരുടെ അസറ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള പല കാര്യങ്ങളും പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത് ലൈക്ക് സോ മെനി അതേഴ്സ്, മറ്റുള്ള ആൾക്കാരെ പോലെ ഐ ബിലീവ് ആർ സ്റ്റുഡൻസ് ഡിസേർവ് എൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ്, ഫെയർ ആൻഡ് ഗിവ്സ് എവറി ചൈൽഡ് എൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. അതായത് മറ്റുള്ളവർ പറഞ്ഞ് ഞാനും വിശ്വസിക്കുന്നു നമ്മുടെ സ്റ്റുഡൻസിന് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഓരോ കുട്ടിക്കും ഒരുപോലത്തെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് സക്സീഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വേണമെന്ന് ഞാനും ബിലീവ് ചെയ്യുന്നു. They deserve to be heard and they deserve to feel safe while expressing themselves peacefully. അതായത് അവരെ കേൾക്കുന്ന സമയത്ത് അവർ സേഫ് ആയിരിക്കണം. അവർ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർ ഭയങ്കര സേഫ് ആയിരിക്കണം. At the same time, I hope that the original purpose of this movement is not overshadowed. Original purpose overshadow ചെയ്യരുത്. ഇതൊക്കെ വളരെ നോർമൽ തന്നെയാണ്. വെനെവർ എനി മൂവ്മെന്റ് ഗ്രോസ് ദിസ് ലാർജ്, ഇമോഷൻസ് റൺ ഹൈ, ഡിഫറെൻറ്റ് വോയിസസ് എമേർജ് ആൻഡ് ദി കോൺവെർസേഷൻ ക്യാൻ ബിക്കം മോർ കോംപ്ലെക്സ്. ലെറ്റ് ദം ഹാൻഡിൽ ഇഫ് ഇറ്റ് ഇസ് കോംപ്ലെക്സ്. വൈ ആർ യു ബോതേർഡ് എന്ന് ചോദിക്കാൻ തോന്നി. മനസ്സിലായോ? ഇങ്ങനെ തന്നെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മൂവ്മെൻറ്റ് വലുതായി പോവും, ഇമോഷൻസ് ഹൈ ആയി പോവും, ഒരുപാട് വോയിസ്. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നു, പല ആൾക്കാരും വന്നല്ലോ, അതാണ് പറയുന്നത്. And the conversations can become more complex. My hope is that the focus always remains on the students and the future they are asking us to build. No, they are asking for a resignation of the education minister. അറിയോ? അതാണ് അവർ ചോദിക്കുന്നത്. അവർ അത് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. The core cause of this protest is, അതാണ് സംഭവം. അന്ന് ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള മാസ് പെറ്റീഷൻ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പിന്നെ കോമ്പൻസേഷൻ, ഈ പല കാര്യങ്ങളാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. എന്ന് ഒരിക്കലും ഈ മനുഷ്യനെ ചെയ്യാൻ പോകുന്നില്ല. ഇവണ്ടല്ലേ ചങ്ങായി ധർമ്മേന്ദ്ര പ്രധാൻ എന്നല്ലേ, അറിയോ അവനെ? എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ അറിയോ? ദേ നോ വെരി വെൽ ദാറ്റ് ഇന്ന് ഇയാളിത് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മറ്റേ കരിമ്പ് കമ്പനി ഉണ്ടല്ലോ, കരിമ്പ് ജ്യൂസ് ഗഡ്കരിൻ്റെ വീട്ടിലേക്കാവും. മനസ്സിലായോ? അയാൾ മുട്ടുകുത്തേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദി നിർമ്മല സീതാരാമൻ നെക്സ്റ്റ്. അങ്ങനെ പോയി നരേന്ദ്രമോദി വരെ എത്തും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു സിസ്റ്റം. ഞാനൊരു ചെക്കൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വന്നല്ലേ, എനിക്ക് വീഡിയോസൊന്നും ഞാൻ എടുക്കാത്തതുണ്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ വന്നിട്ട്, ഇയാൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വന്നിട്ട് അപ്പോളജൈസ് ചെയ്തു. ഒരു അപ്പോളജി ഉണ്ടായിട്ടില്ല അവിടെ. വളരെ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ഏറ്റെടുത്ത് അയാൾ അതിന് താഴ്ത്തിറങ്ങണം. ഇതന്നെ എത്ര കാലമായിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവർ ഇറങ്ങില്ല. അതിന് ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കും ഇത് കൂടുതൽ പ്രൊട്ടസ്റ്റ് പിന്നെയും മറ്റൊരു ശക്തി കൂട്ടിയിട്ടുള്ളൂ. എല്ലാം ഫേക്കാണ്. ഐ ബിലീവ് ഇൻ ദ റൈറ്റ് ടു പീസ്ഫുൾ എക്സ്പ്രഷൻ. ഐ ഡു നോട്ട് ബിലീവ് ഇൻ വയലൻസ്, നോ മാറ്റർ ഹൂ ഇറ്റ് കംസ് ഫ്രം. ഇറ്റ് കംസ് ഫ്രം യുവർ ബ്ലഡി ഡൽഹി പോലീസ്. അവിടുന്നാണ് ഈ സാധനം വരുന്നത്. മനസ്സിലായോ? History remembers movements not only for why they were began but also unfold. My hope is that when we look back years from now, we remember courage, compassion, meaningful change and a generation that helped shape a stronger India, not pain, fear or division. കുറേ കാലം കഴിഞ്ഞിട്ടേ പണ്ട് നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ഇങ്ങനെ അവിടെ അങ്ങനെ മുണ്ടാതെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. മനസ്സിലായോ? ഓർമ്മയിൽ നിൽക്കുന്നത്. ആൻഡ് ഫൈനലി, മെനി ഓഫ് യു വാണ്ടഡ് മീ ടു ഷെയർ മൈ തോട്ട്സ്. ഹൂ വാണ്ടഡ് ആക്ച്വലി? ഇഫ് ദിസ് ഇസ് യുവർ തോട്ട്, ഹൂ വാണ്ടഡ്? ഇതിൽ ആരാണ് ആ സാഫ്രൺ കളർ അതിൻ്റെ ബാക്കിൽ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് സാഫ്രൺ പറയാൻ കാണിച്ചത്? ഇതിന് അടുത്തൊരു സാധനം വരുന്നത്. സം എൻകറേജ് മീ, others question my silence. I understand both. As someone whose words can reach many people, I believe I have got a responsibility to speak with care, especially during times like this. അതായത് മക്കളെ മടങ്ങി വരൂ, നിങ്ങൾ പോരൂ, നിങ്ങൾ പ്രശ്നമാക്കണ്ട, അതാണ് ഉദ്ദേശിക്കുന്നില്ലേ? I don't expect everyone to agree with me. Yes, we won't. This is simply my personal opinion, shared with honesty, respect and hope. Above everything else, I pray for peace. I pray for the safety of every student. ഇങ്ങനത്തെ അവസ്ഥ വരുന്ന സമയത്ത് ഇത്രയും സേഫായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും അവരുടെ വീട്ടിലിരിക്കണം. വീട്ടിലിരുന്നാൽ എന്ത് സംഭവിക്കും? കാലാകാലം ഇനി വരും ദിവസങ്ങളിൽ ഇവർ എല്ലാ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് വിൽക്കും. 2050-55 ഇത് ഇന്നത്തെ ഒരു സിറ്റിസൺ ആസ്പത്രിയിൽ കിടക്കുന്ന സമയത്ത് അയാൾക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത, അല്ലെങ്കിൽ അയാൾക്കൊരു തെറ്റായിട്ടുള്ളൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തൊരു ഡോക്ടർ ചകഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലാവും അന്ന് ഈ കുട്ടികൾ വേർത്ത് വെയിൽ കൊണ്ടിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ,
അതായത് ഇതുപോലെ പൈസ കൊടുത്തിട്ട് മാർക്ക് ലിസ്റ്റ് തിരുത്തിയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിലെത്തിച്ചിട്ടും എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ആൾക്കാർ കയറി വന്നിട്ട് അവർ ചികിത്സിച്ചിട്ട് ഈ ഗതിയിലാക്കിയിട്ടുള്ള ആൾക്കാരാണല്ലോ ഈ കിടക്കുന്നതെന്ന് അന്ന് കിടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കും. അപ്പോൾ എവറിത്തിങ് എൽസ് ഐ പ്രേ ഫോർ പീസ്, മേ വിസ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വൺ ലാസ്റ്റ് തിങ്, ദിസ് ഇസ് ഹൗ ഐ ഫീൽ ടുഡേ ബേസ്ഡ് ഓൺ വാട്ട് ഐ നോ ടുഡേ. ഇഫ് ന്യൂ ഫാക്ട്സ്, നാളെ എന്തെങ്കിലും ഫാക്ട് വരികയാണെങ്കിൽ ഞാൻ തിരിച്ചു പറയാൻ മടിക്കില്ല. പ്ലീസ് ഡോണ്ട് ടേക്ക് എനി വൺസ് ഒപ്പീനിയൻ ഇൻക്ലൂഡിങ് മൈൻ. റീഡ്, ലിസൺ, ആസ്ക് ക്വസ്റ്റ്യൻസ്, സ്റ്റേ ഇൻഫോംഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പരിപാടി കഴിഞ്ഞു. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇയാളുണ്ടല്ലോ സിബി മലയിൽ, പുള്ളിയുടെ മകൻ പോയിട്ടൊരു കമൻ്റ് ഇട്ടു, ഷെയ്മോണി എന്നിട്ട് ഇട്ടു തോന്നുന്നു. അതിന് പേളി ഒരു മറുപടി, ഷെയ്മോണി കമൻ്റ് ഇട്ടു, ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ എഴുതി, സോ അപ്പാരൻ്റ്ലി പോയിൻറ്റിങ് ഔട്ട്, എവിടെ പോയി ഒരു മിനിറ്റ്, ഇയാളൊരു പോസ്റ്റ് ഇട്ടു ഇങ്ങനെ ഷെയ്മോണി എന്നിട്ടുള്ളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, കമൻറ്റ് ഡിലീറ്റ് ആയി പോയി എന്നുള്ളൊരു കമൻ്റ് ഇട്ടു. ഇതിന് മറുപടി ആയിട്ട് പേളിമാനിയുടെ ഒരു സ്റ്റോറി ഉണ്ട്. ഇത് ഇടുന്നു, ഡിലീറ്റ് ചെയ്യുന്നു ഇടുന്നു. മൈ പോസ്റ്റ് ഷുഡ് ഹാവ് കം വിത്ത് എ ട്രിഗേർഡ് വാർണിംഗ്. ഐ ഗെസ് it has made a lot of people uncomfortable. Definitely it will be, because നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആയിട്ടുള്ള കാര്യമാണ്. It has triggered so many people that I want peace, safety and non-violence. I wonder who these people are. എനിക്ക് ആരാന്ന് എനിക്കറിയില്ല. അടുത്ത സെൻറ്റൻസ്, a failed filmmaker now writing a 10-page script about my 4-page post, adding chili powder and ajinomoto to make it as unhealthy as possible. അതായത് ഈ സിബി മലയിലിൻ്റെ മോൻ ഇട്ടിട്ടുള്ള ആ ഒരു പോസ്റ്റിനെ a failed filmmaker's post, സിബി മലയിൽ. ഈ പേളിമാണി ഒരു പക്ഷേ കിരീടം അല്ലേ, കിരീടം സിബി മലയിലല്ലേ? സോറി കേട്ടോ, ഞാനത് മൈ മിസ്റ്റേക്ക്. കാരണം ഞാനത് നോക്കി വെക്കണമായിരുന്നു. ഭയങ്കര വാലിഡ് പോയിന്റ് ആയിരുന്നു. പുള്ളി ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇഫ് യു ആർ റെഫറിങ് ടു ദ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറഞ്ഞിട്ട് സിബി മലയിലാണ് പറയുന്നത്, അദ്ദേഹം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള, മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള സിനിമ മാത്രം മതി. ഇത് ബാക്കി പിന്നെ എടുത്ത് പറമ്പിലേക്ക് പേളിമാണിനെ പോലെയുള്ള 10 ഇൻഫ്ലുവൻസേഴ്സ് പറക്കാൻ, 100 ആൾക്കാർ പറക്കാൻ. ഇഫ് യു ആർ റെഫറിങ് ടു ദി ഇപ്പോഴുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ പിന്നാലെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പുള്ളി എടുത്തുള്ള സിനിമകൾ മാത്രം മതി. എന്തൊക്കെ ഫെയിൽഡ് ഫിലിം മേക്കറേ, അന്ന് ഞാനൊന്നും ഇല്ല, നമ്മളാരും ഇല്ലാത്തൊരു സമയം അല്ലേ, EMI ഇല്ല. മൈ ഫേവറേറ്റ്, some are asking sarcastic, my kids are, some are asking sarcastically, തമാശ രൂപത്തിൽ പല ആൾക്കാർ ചെയ്യുന്നു, എൻ്റെ 2 കുട്ടികൾ സേഫ് ആണോ എന്നുള്ളത്, റിമൈൻഡിങ് മീ ദാറ്റ് അവർ പെൺകുട്ടികളാണ്, നീ ബ്ലാക്ക് മെയിൽ ചെയ്യുക പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ രസം എന്താ വെച്ചാൽ, യു ഹാവ് ടു ഫസ്റ്റ് ടച്ച് ദെയർ മമ്മ, അവരെ കുട്ടികൾ. ഐ എം പേളി മാണി ആൻഡ് യെസ് മൈ ഫേവറേറ്റ് കളർ ഇസ് സാഫ്രൺ. ഐ തിങ്ക് ഐ ലവ് ഇറ്റ് ദ മോസ്റ്റ് ഓൺ ആർ ഇന്ത്യൻ ഫ്ലാഗ്. ഈ പാട്രിയോട്ടിസം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ദാറ്റ് ഷുഡ് ബി ടു നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് നമ്മുടെ ജനതയാണ് അല്ലേ. ഹ്യൂമൻ റിസോഴ്സസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മുടെ ജനറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വരാൻ പോകുന്നവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ബെറ്റർമെൻറ്റ് വന്നാൽ, അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമല്ലേ രാജ്യം ഉണ്ടായിരിക്കുള്ളൂ, രാഷ്ട്രം ഉണ്ടായിരിക്കുള്ളൂ. ഇവരുടെ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു സീരിയസ്ലി ഇറ്റ് മെയ്ഡ്, ഇത്ര കാലമായിട്ടും ഐ ഹവ് നെവർ സീൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒന്നും ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രത്യേക ആംഗിളിലാണ് ആ ഒരു ഇങ്ങനെ ഒരു ഇതിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം ലൈവൊക്കെ സ്റ്റോറി ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ഇട്ടുള്ള വീഡിയോ ഒന്നും ഐ നെവർ എക്സ്പെക്റ്റഡ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തു ഇത്രേ ഇവരെ ഈ നമ്മുടെ മറ്റുള്ള മിനിസ്റ്റേഴ്സിനെയൊക്കെ. എന്തായാലും ഇതിൽ പേളിമാണി വളരെ തെറ്റായി ചെയ്തിട്ടുള്ളൊരു കാര്യം ഇനി നട്ഷൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു സമരം അവിടെ നടക്കുന്ന സമയത്തെ മാമുക്കോയ പറഞ്ഞാൽ ഒരാൾ ആസ്പത്രി കിടക്കുമ്പോഴല്ല ചട്ടവർത്താനം പറയാൻ തന്നാൽ, ഇത്രയും വലിയൊരു സമരം അവിടെ കുട്ടികൾ അവിടെ നടക്കുന്ന സമയത്ത് അവരുടെ സമരവീര്യത്തിനെ കെടുത്തുന്ന രീതിയിൽ ഒരു കാരണവശാലും പേളിമാണിയെ പോലെ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. കുറച്ച് വിവേകമുള്ള ഒരാൾ പറയാൻ പാടില്ലായിരുന്നു. മനസ്സിലായോ? അതാ ഞാൻ പറയാന്ന് വെച്ചാൽ, ഞാൻ ഇതിന് എഗെയിൻസ്റ്റ് അല്ല. നിങ്ങളുടെ അഭിപ്രായം അവിടെ എക്സ്പ്രസ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്, ഇവർ അതല്ല ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിനോട് വിയോജിപ്പ് വരുന്നത്. അവർ പറയുന്നത് ഐ ഡോണ്ട് സ്റ്റാൻഡ് വിത്ത് ദീസ് പീപ്പിൾ, എനിക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതല്ല ചിന്തിക്കുന്നത്, അത് മനോവീര്യം കെടുത്തുന്ന രീതിയിൽ ചെയ്യുക. അറ്റ്ലീസ്റ്റ്
ടു ദോസ് മോംസ് അല്ലേ, കുറച്ച് അമ്മമാരുണ്ടായിരിക്കും അവിടെ ആ പൊരി വെയിലത്തും അവരുടെ അടിയും പിടിയും കൊള്ളുന്ന അമ്മമാരുണ്ടല്ലോ, ആ അമ്മമാർ വീട്ടിലിരുന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക. എന്ത് അറിയോ, മോളെ ഒന്ന് പോരടാ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സമരത്തിനേക്കാളും വലുതാട്ടോ, അതൊക്കെ വരും, നിങ്ങളതൊന്നും ഉണ്ടാക്കണ്ട, നീ അവിടെ ഇതിലൊന്നും ഇല്ലല്ലോ, നമുക്ക് നീറ്റൊന്നും ഇല്ലല്ലോ, നീ അതിൽ മൈൻഡ് ചെയ്യണ്ട, നീ ഇങ്ങോട്ട് പോവാ, നമ്മളത് ജീവിതമല്ലേ വലുത് എന്ന് ഈ അമ്മമാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പോസ്റ്റാണ്. മനസ്സിലായോ? യെസ്, എന്തായാലും എന്താ പറയണ്ടേ, മിസ്സായിപ്പോയി. സമരത്തിന് പോയതേ അവിടെ ജോലി അടിക്കാൻ പോയതല്ല, സമരം ഒരു വിനോദമല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഒരു അവകാശ പോരാട്ടമാണ്. വെറുതെ അവിടെ ജോലി അടിക്കാനും വെയിൽ കൊള്ളാനും മഴ കൊള്ളാനും അല്ലെങ്കിൽ തമാശ റീലിലൊക്കെ പറയുന്ന പോലെ റെയിൻ ഡാൻസ് നടത്താനും ഇങ്ങോട്ട് വരുന്ന ടിയർ ഗ്യാസ് ഷെൽ എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് എറിയാനും അങ്ങനെ എറിഞ്ഞു കളിക്കാനും ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് അവിടെ പോയതല്ല. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് പോയതാണ്. കാരണം നമുക്കുള്ള അവകാശങ്ങൾ അവിടെ നേടിയെടുക്കാൻ പോയില്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്നാൽ സേഫായിട്ട് അവിടുത്തെ പേടിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ സേഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരും വീട്ടിൽ കൊണ്ടുതരില്ല. കൊണ്ടുതരുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതാ, ഒരാളും ഇതൊന്നും വീട്ടിൽ കൊണ്ടുതരില്ല. അപ്പോൾ സമരം ചെയ്യുക, ഇതാക്കി പ്രകടിപ്പിക്കുക, ഒന്നും ചെയ്യുക, എന്തോ ആയിക്കോട്ടെ, ഒന്നും ഇല്ലെങ്കിൽ തന്നെ ദയവ് ചെയ്ത് ഇതുപോലത്തെ കടുത്ത രീതിയിലുള്ള മൈന്യൂട്ടായിട്ട് വരികൾക്കിടയിലൂടെ പോകുന്ന ഉള്ളിൽ തറച്ച് കയറുന്ന രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് ഡയലൂട്ട് ചെയ്യരുത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ദാറ്റ് വാസ് വെരി ബാഡ്. ആ ഒരൊറ്റ കാര്യം കൊണ്ടായിരിക്കാം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ മാന്യമായിട്ട് രീതിയിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത്. ഇതെൻ്റെ അഭിപ്രായമാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. മോസ്റ്റ് വെൽക്കം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഐ ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് ദീസ് കിഡ്സ്, ഡെഫിനറ്റ്ലി യെസ്. കാരണം നാളെ ഇപ്പം എൻ്റെ മോനാണെങ്കിലും നീറ്റല്ല മറ്റുള്ള എക്സാംസിലൊക്കെ വരാം. എഡ്യൂക്കേഷൻ സിസ്റ്റം ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ. ഇതിൽ പറയുന്നുണ്ട് പുറത്തുനിന്ന് ഫണ്ടിങ് ഉണ്ട്, ഇന്ത്യനെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടികളും പറയുന്നുണ്ട്. മനസ്സിലായോ? നമ്മുടെ വരും തലമുറയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമുക്ക് ഈ പഠിച്ച് നമ്മുടെ ഒരുപാട് പദവികൾ എഞ്ചിനീയറിങ്ങിലാണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും മുകളിൽ ചെന്ന് ഇരിക്കേണ്ട ആൾക്കാരുണ്ടല്ലോ, അവർ ഇതുപോലെ കാശ് കൊടുത്തിട്ട് വാങ്ങിയിട്ടാണ് ഒരു തേങ്ങാപ്പിണ്ണാക്കും അറിയാത്ത കുറേ മരമൊണ്ണകളായിട്ട് അവിടെ മുകളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിന് പിന്നെ എന്താ ഉണ്ടാവുക? വളർച്ച ഉണ്ടാവുമോ? ഇതൊന്നും അറിയാതെ ആയിരിക്കില്ല. യെസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.